വാളയാർ പ്രീകോട്ട് സി യൂണിറ്റിലെ കമ്പനി നേരിട്ടെടുത്ത് വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന കരാർ കമ്പനി തൊഴിലാളികളെ കമ്പനിയിൽ സ്ഥിരപ്പെടുത്തണമെന്ന് പ്രീകോട്ട് ലിമിറ്റഡ് സി യൂണിറ്റ് CITU വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. CITU സംസ്ഥാന കമ്മിറ്റി അംഗവും മലമ്പുഴ MLA-യുമായ A. പ്രഭാകരൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ അവശേഷിക്കുന്ന ആകെ 4 സ്വകാര്യ മില്ലിൽ 4 നമ്മുടെ ഈ കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണ്. കേരളത്തിൽ വേറെ ഈ സ്വകാര്യ മില്ലുകൾ പ്രവർത്തിക്കുന്നില്ല. ഓരോന്നായി അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ കുത്തകകൾ ഈ രണ്ടും കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിയതും ഒരു മാന്യമായ വേതനം കിട്ടിയ ഈ മേഖല പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇതിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ചേരുന്നത്. അനവധി സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ പ്രീകോട്ട് സിയിലും പ്രീകോട്ട് എയിലും ഈ മദ്രാസ് പിന്നേഴ്സൊക്കെ ഒരുപാട് സമരമൊക്കെ നടത്തി അത് കൂട്ടിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി. കുറെ ആൾക്കാർ മരണപ്പെട്ടിട്ട് കൂടി ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സ്ഥിതിവിശേഷം ഈ ടെക്സ്റ്റൈൽ വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയിൽ മാത്രം പ്രശ്നമല്ല ഇന്ന് ഇന്ത്യ രാജ്യത്ത് അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളിൽ ഒരു 90% സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. അല്ലാതെ അവർക്കൊരു ജോലി സ്ഥിരത അല്ലെങ്കിൽ മാന്യമായ വേതനം ഇതൊന്നും ലഭിക്കുന്ന ഒരു സാഹചര്യം സ്വാതന്ത്ര്യം ലഭിച്ച് 80 വർഷം പിന്നിടാനാവുമ്പോഴും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ. യൂണിറ്റ് പ്രസിഡന്റ് ആരോഗ്യ യേശുദാസ് അധ്യക്ഷത വഹിച്ചു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SB രാജുവിനെ MLA ആദരിച്ചു. ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി M. ചന്ദ്രശേഖരൻ, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. സുരേഷ്, CITU പുതുശ്ശേരി ഡിവിഷൻ പ്രസിഡന്റ് S. സജിത്, CITU ജില്ലാ കമ്മിറ്റി അംഗം R. ഹരിദാസ്, ശിവരാമൻ, മഞ്ജു എന്നിവർ സംസാരിച്ചു. യൂണിയൻ സെക്രട്ടറി S. വിൽസൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ മോഹൻകുമാർ അവതരിപ്പിച്ചു. യൂണിയന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ആരോഗ്യ യേശുദാസ്, സെക്രട്ടറി S. വിൽസൺ, ട്രഷറർ മോഹൻകുമാർ എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു. ബാലു മോഹനൻ യോഗത്തിൽ നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.